എന്തുകൊണ്ട് ഞാൻ സിനിമയാണ് എന്നെ ഇങ്ങനെ നിർത്തുന്നത്, ഞാനല്ല. അപ്പൊ എനിക്ക് കാണുന്നവരും പോകുന്നവരും എല്ലാവർക്കും ഞാനൊരു പ്രാരാബ്ധമായിരുന്നു. അപ്പൊ എനിക്ക് ഇത് തന്നെ വേണം. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള 10 സിനിമകളിൽ എനിക്ക് കോൺസ്റ്റന്റ് ആയിട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് വാഷ്റൂം ആക്സസ് ആണ്. നായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി ചവിട്ടി നിൽക്കാത്ത ഒരാളൊന്നുമല്ല. നമ്മൾ ഒരു പക്ഷേ വീണ്ടും ചർച്ചയാവേണ്ട കാര്യങ്ങളായിരിക്കും. ഏതൊരു വർക്ക് സ്പേസും ആർക്കും, സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും സേഫ് ആവേണ്ട ഒരു അത്യാവശ്യം ആയിട്ടുള്ള കാര്യമാണ്. ജൂലൈ 19 തിയേറ്ററുകളിൽ എത്തുന്ന വിശേഷം സിനിമയുടെ വിശേഷങ്ങളുമായി നായകൻ ആനന്ദ് മസൂദനും നായിക ചിന്നു ചാന്ദിനിയും ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുന്നു. സ്വാഗതം. താങ്ക് യു. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? ആദ്യം അവിടെ നിന്ന് തന്നെ തുടങ്ങാം. വിശേഷമാണ് ഇപ്പോഴത്തെ വിശേഷം. ജൂലൈ 19 ഈ പറഞ്ഞ പോലെ തിയേറ്ററുകളിലേക്ക് വരികയാണ്. അപ്പോൾ ഒരു നല്ല സിനിമ, എന്താ പറയുക, കുറേ സന്തോഷത്തോടു കൂടി നല്ല ചിരിയോടുകൂടി കണ്ടിരുന്ന് മനസ്സ് നിറഞ്ഞ് തിയേറ്ററിൽ നിന്ന് പോകാൻ പറ്റുന്ന രീതിയിൽ, എല്ലാവർക്കും കണക്ട് ചെയ്യുന്ന രീതിയിൽ, നമ്മുടെ തൊട്ട അയൽവക്കത്തെയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണാവുന്ന ആൾക്കാരൊക്കെ തന്നെ ഈ സിനിമയ്ക്കകത്തുള്ളൂ. ഒട്ടും അപരിചിതമായിട്ടുള്ള മനുഷ്യരോ സൂപ്പർഫിഷ്യലായിട്ടുള്ള ക്യാരക്ടേഴ്സോ ഒന്നുമില്ല. വളരെ ലളിതമായിട്ടുള്ള നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഒരു കഥയാണ് വിശേഷം എന്ന് പറഞ്ഞ് മുന്നോട്ട് വയ്ക്കുന്ന, വിശേഷം ഒന്നും ആയില്ലേ എന്ന് ചോദിക്കുന്ന ചില എന്താ പറയുക അസൗകര്യം എന്ന് പറയുന്ന ചോദ്യങ്ങളിലെ ഹിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ. അതെ അതെ അതെ, ട്രെയിലറിൽ നിന്ന് അത് ക്ലിയർ ആണ്. അപ്പം ചിന്നുവിലേക്ക് വന്നതാണ്. ചിന്നുവിൻ്റെ ഇതുവരെയുള്ളൊരു ഫിലിമോഗ്രഫി എടുത്ത് നോക്കിയാൽ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രമാണ് ഇതുവരെ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പം തൊട്ട് മുൻപുള്ള സിനിമകൾ, ഇപ്പോൾ ഗോളം, അതിന് മുമ്പ് കാതൽ, എല്ലാ സിനിമകളും എടുത്ത് നോക്കി കഴിഞ്ഞാലും വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു അഭിനയ കരിയറാണ് ഇതുവരെ കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ വിശേഷത്തിലെ സജിത, ക്യാപ്റ്റൻ ടൈം സജിത എത്രത്തോളം സ്പെഷ്യലായിരിക്കും? ആക്ച്വലി എനിക്ക് സജിത ഒരുപാട് പ്രിയപ്പെട്ട ഒരു കഥാപാത്രമാണ്. അത് ആ കഥാപാത്രം എന്നതൊരു കാര്യം, അത് അങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗമാകുന്നു എന്ന് പറയുന്നതും രണ്ടാമത്തെ വേറൊരു കാര്യം. അപ്പോൾ എനിക്ക് ഇതുവരെ ഓരോ സിനിമകളും എനിക്ക് ഓരോ മൈൽ സ്റ്റോൺസ് തന്നിട്ടുണ്ട്, പല സിനിമകളും. അപ്പോൾ അങ്ങനെ എൻ്റെ കരിയറിൽ ഒരു മൈൽ സ്റ്റോൺ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന സിനിമയാണ് വിശേഷം. അത് ഡീൽ ചെയ്യുന്ന കാര്യം കൊണ്ടും അത് എങ്ങനെ അത് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടും ഒക്കെയാണ്. ഈ കഥ കേട്ടപ്പോൾ ആദ്യം ഒരു റിയാക്ഷൻ എന്തായിരുന്നു? കഥ ശരിക്കും എനിക്ക് ഒരു സൂം കോളിലൂടെയാണ് ആനന്ദേട്ടനും സൂര്യചേട്ടനും കഥ നറേറ്റ് ചെയ്യുന്നത്. അപ്പം സൂര്യചേട്ടൻ ബേസിൽ ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ആനന്ദേട്ടനാണ് നറേഷൻ. ആനന്ദേട്ടൻ്റെ നറേഷൻ എന്ന് പറയുന്നത് അഭിനയിച്ച് കാണിക്കുകയാണ്. ആക്ച്വലി അദ്ദേഹം പറയുന്ന അറിയാതെ തന്നെ ഈ ഭാവങ്ങളും ചിലവരുടെ ഡയലോഗ് ഡെലിവറിയൊക്കെ അതേപോലെ വരും. അപ്പം നറേഷൻ കഴിഞ്ഞ് ഒരു പകുതി മുക്കാലായപ്പോഴത്തേക്കിനും എൻ്റെ മനസ്സിൽ എനിക്ക് ഈ സിനിമ ഇഷ്ടമായി, എനിക്ക് എങ്ങനെയെങ്കിലും ഈ സിനിമയുടെ ഭാഗമാകണം. അപ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങൾ വർക്കൗട്ട് ആവാനുണ്ട്. എന്നെ അവർ വിളിച്ചു എന്നുള്ള ഒരു കാരണമാണ്, ഈ നറേറ്റ് ചെയ്തു എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രം ഞാൻ ഈ സിനിമയുടെ ഭാഗമായി എന്ന് ഉറപ്പിക്കാൻ പറ്റുന്നൊരവസ്ഥയല്ല. അപ്പോൾ നമ്മൾ നറേഷൻ ഫുൾ കഴിഞ്ഞപ്പോഴാണ് സൂര്യചേട്ടൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ഈ സജിതയുടെ ഓപ്പോസിറ്റുള്ള ഷിജു എന്ന് പറയുന്ന കഥാപാത്രം ജിനുവിന് ആരെങ്കിലും മനസ്സിൽ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് എത്ര ആലോചിച്ചിട്ടും, ഒന്ന് എൻ്റെ തലയിൽ ഓടുന്ന ഒരു തോട്ടം എന്ന് പറഞ്ഞാൽ ആരാണെങ്കിലും എന്താ, എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. 2, ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇനി ആരായിരിക്കും ഷിജു. പക്ഷേ എത്ര ആലോചിച്ചിട്ടും ഈ മനുഷ്യൻ്റെ മുഖം കഴിഞ്ഞ് വേറൊരു മുഖമില്ല. കാരണം അങ്ങനെയാണ് അദ്ദേഹം അതിനെ നറേറ്റ് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു, ശരിക്കും ആനന്ദേട്ടനും നറേഷൻ കാരണം എനിക്ക് വേറൊരാളെ ചിന്തിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ അടുത്ത് പറയുന്നത് ആനന്ദേട്ടനാണ് ഈ കഥാപാത്രം ചെയ്യുന്നത് എന്ന്. പിന്നെ അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ഓക്കെ ആയി, സെറ്റായി, ഷൂട്ട് തുടങ്ങി, എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ റിലീസിന് റെഡിയായി. ഇതിനു മുൻപ് അഭിനയിക്കുന്നത് ആദ്യമാണ്. അതിന് മുൻപ് തന്നെ ഗാനരചയിതാവ്, സംഗീത സംവിധായകൻ, തിരക്കഥാകൃത്ത്, ആ ലെവലിലേക്കൊക്കെ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞു. അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ നായകനായി തന്നെ വരുമ്പോഴുണ്ടായ ഒരു ചലഞ്ച് എന്തായിരുന്നു ആദ്യം? ചലഞ്ച് ഈ നായകനാണെന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്ന ചലഞ്ചായിരുന്നു. അതായത് ഞാൻ കഥ നറേറ്റ് ചെയ്യും, അപ്പോൾ ഈ കഥ എഴുതുമ്പോഴോ അല്ലെങ്കിൽ പറയുമ്പോഴോ ഒന്നും എൻ്റെ തലയിൽ ഞാനില്ല ആ സ്പേസിൽ. ഞാൻ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് കഥ എഴുതുക എന്നുള്ളതും ബാക്കിയുള്ളതൊക്കെ. അപ്പോൾ ഒരു ദിവസം സൂര്യചേട്ടൻ ഇത് മുന്നോട്ട് എടുത്തിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ സൂര്യചേട്ടൻ വെച്ചാൽ നിങ്ങൾക്ക് ബോധമില്ല ഞാൻ എന്തിന് ഇത്. കാരണം യൂഷ്വലി നമ്മൾ ആലോചിക്കുന്നത് ഒരു മാർക്കറ്റുള്ള നടനൊക്കെ ഉള്ള സോ കോൾഡ് ചിന്തകൾ ഉണ്ടാവുമല്ലോ. അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ സൂര്യചേട്ടൻ പിന്നെ എന്നോട് പറഞ്ഞു എന്തുകൊണ്ട് ഞാൻ എന്നുള്ള കാര്യങ്ങളിൽ ഈ സിനിമയ്ക്കൊരു ഫ്രഷ് ഔട്ട്ലുക്ക് കൊടുക്കുക എന്നുള്ളൊരു കാര്യം. പിന്നെ പ്രെഡിക്റ്റബിൾ അല്ലാതിരിക്കുക.
ഇപ്പൊ ഞാൻ എന്താ ചെയ്യാന്നുള്ളത് ആളുകൾക്ക് അറിയില്ല. അപ്പൊ അതിൻ്റെ ഒരു ആനുകൂല്യം എനിക്കിപ്പോ ഉണ്ട്. അപ്പൊ ഞാൻ കാണുന്ന എനിക്ക് പക്ഷേ ഈ ക്യാമറ പേടി അങ്ങനെയൊന്നുള്ള ഇതില്ല. ഒരുപക്ഷെ ഞാൻ പിന്നണിയിൽ ജോലി ചെയ്ത് വരുന്നതുകൊണ്ടോ എന്തുകൊണ്ടോ എനിക്ക് അങ്ങനത്തെ പേടിയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് ആശങ്കകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ 4-5 ദിവസം ഇവരൊക്കെ വെറുപ്പിച്ചിട്ടുണ്ട്, ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. റീടേക്കുകളില്ല, റീടേക്ക് ഒന്നല്ല, എനിക്കാണ്, ഇവർക്കാർക്കും പ്രശ്നമില്ല. അതായത് ഒരു സീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വന്ന് ചിന്നുവിനോടൊക്കെ ചോദിക്കും ഇത് ശരിയായിട്ടുണ്ടോ. അപ്പോൾ സൂര്യചേട്ടൻ എന്നോട് കുഴപ്പമൊന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ എന്നെ ഇനി ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇവര് നടത്തുക. ഞാൻ 3-ാമത്തെ ദിവസം സൂര്യചേട്ടനോട് പോയി പറഞ്ഞു നടക്കുന്നില്ലെങ്കിൽ പറഞ്ഞേക്കട്ടോ, വെറുതെ കാശൊക്കെ കളിയാണ്. ദെൻ അത് പിന്നെ ക്ലിയർ ആയി എന്താണ് എവിടെയാണ് അത് എൻ്റെ മാത്രം ഇഷ്യൂ ആണ് എന്നുള്ളതും ഒക്കെ. പിന്നെ എനിക്ക് തോന്നിയത് ഇവരടക്കം ഒരുപാട് പേര് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ചുറ്റും നിന്ന്. മാത്രമല്ല ഞാൻ എപ്പോഴും എൻ്റെ തലയിൽ ഇന്നും ഓരോ ദിവസവും ഞാൻ ആലോചിക്കുന്നത് ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാന്നുള്ളത് മാത്രമാണ് എൻ്റെ കയ്യിലേക്ക് എന്ന കാര്യം. അത് ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സൂര്യചേട്ടൻ നേരത്തെ സംസാരിച്ചപ്പം സൂര്യചേട്ടൻ പറഞ്ഞത് പ്രധാനപ്പെട്ട കാര്യം, ആ ക്യാരക്ടർ എഴുതി ഉണ്ടാക്കിയ ആളത് പ്രസൻറ്റ് ചെയ്ത ആൾക്ക് തന്നെ അത് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളൊരു ഫ്രീഡം, അവർക്കൊരു ഫ്രീഡവും ഒരു കോൺഫിഡൻസും കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് സൂര്യചേട്ടൻ ഉണ്ടായിരുന്നു. അത് ആനന്ദയിലേക്ക് എത്തിയപ്പോൾ ഓൾമോസ്റ്റ് സക്സസ് ആയെന്ന് തന്നെയാണ് ട്രെയിലറിൽ നിന്ന് കിട്ടുന്ന ഒരു എഫക്റ്റ്. അപ്പോൾ ഇതിൻ്റെ ട്രെയിലറിന് തുടക്കത്തിൽ എഴുതി കാണിക്കുന്ന ഒരു വാചകമുണ്ട്, നിങ്ങൾ ഓരോരുത്തരും ഒരു നായികയും നായകനുമുണ്ട്, നിങ്ങളിൽ ഒരു നായകനെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു എന്ന് പറയുന്നത്. ശരിക്കും ആ ഒരു നായകനാകുക എന്നുള്ള ഒരു പ്ലാനേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു ഫീൽ എങ്ങനെയാണ് എൻജോയ് ചെയ്ത് അവസാന നിമിഷം വരെ? ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പം ആ വരികൾക്ക് പോലും ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ താങ്കൾ ഇന്ന് താങ്കൾക്കൊരു സങ്കീർണമായൊരു അവസ്ഥയുണ്ടായി, അത് അതിജീവിച്ച് കഴിയുമ്പോൾ ഇന്നത്തെ ദിവസം താങ്കൾക്ക് സ്വയം തോന്നുന്ന ഒരു കാര്യമില്ലേ, ഐ ഡിഡ് ഇറ്റ് എന്ന് പറയുന്നത്. അതിന് നമ്മുടെ നായകനാണ്. പിന്നെ നമ്മളൊരു പ്രണയത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൈക്കിലിരുന്നാലും ഇതിലൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഓടിക്കാം, കാരണം നമ്മളാണ് നായകൻ ആ കഥയിലെ. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഇവിടുത്തെ എല്ലാവരും, നമ്മളെല്ലാവരും അങ്ങനെയുള്ള ആൾക്കാരാണ്. അത്തരം ആൾക്കാരെ റെപ്രസെന്റ് ചെയ്യുന്നൊരു സിനിമ കൂടിയാണ് വിശേഷം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നായകനാവുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ അതിനകത്ത് ഈ നായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി ചവിട്ടി നിൽക്കാത്ത ഒരാളൊന്നുമല്ല. അയാളിവിടെ ദൈനംദിനം പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും. അത്തരത്തിലുള്ളൊരു ക്യാരക്ടറാണ് ഷിജു ഭക്തൻ എന്ന് പറഞ്ഞൊരാൾ. അപ്പോൾ അത് നറേറ്റ് ചെയ്യാൻ കിട്ടുക എന്ന് പറയുന്നതിന് എനിക്ക് അധിക ഭാഗത്തൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഉള്ള പോലെയൊക്കെ തന്നെ നടന്നാൽ മതി. അപ്പം നായകനാവാൻ പറ്റിയത് എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് ഈ പറഞ്ഞ പോലെയാണ്. ഒരുപാട് പേർക്ക് എന്നേക്കാൾ കഴിവുള്ള ഒരുപാട് പേര് പുറത്ത് നിൽക്കുന്ന ആ ഗേറ്റ് തുറന്ന് എന്നെ അകത്തേക്ക് കയറ്റി വിട്ടിട്ടുണ്ട്. അതെൻ്റെ മഹാഭാഗ്യമാണ്. ഇനി ഏറ്റവും ഭംഗിയായിട്ട് അതിനുള്ള ഒരു മറുപടി കൊടുക്കുക, നല്ല രീതിയിൽ അത് വരിക എന്നുള്ളത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ രണ്ടാം വിവാഹം കഴിഞ്ഞ രണ്ട് ദമ്പതികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് സിനിമ പറയുന്നത്. ഈ വിശേഷമായില്ലേ എന്നുള്ള ചോദ്യം അതിപ്പം കല്യാണം കഴിഞ്ഞവർക്കാണെങ്കിലും ഇപ്പോൾ സെക്കൻഡ് മാരേജ് കഴിഞ്ഞവർക്കും കോമൺ ആയിട്ട് സൊസൈറ്റിയിൽ നിന്ന് കേൾക്കുന്ന ഒരു ചോദ്യമാണ്. അത് പലരെയും അലോസരപ്പെടുത്തുന്നുണ്ട്, പലർക്കും മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ആ ഒരു കോൺസെപ്റ്റിനെ നിങ്ങൾ ഈ സിനിമയിൽ എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുക? കാണുന്ന ആളിലേക്ക് എന്തൊരു എഫക്റ്റ് ആയിരിക്കും അവിടെ ഉണ്ടാവുക എന്നുള്ളത് തോന്നിയിട്ടുണ്ടോ? ആക്ച്വലി ഇപ്പം ട്രെയിലറിൽ കാണുമ്പോൾ മനസ്സിലാകുന്ന ആ വിശേഷം എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ, കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ ലൈഫിൽ വരുമ്പം ഉണ്ടാകുന്ന ഒരു പെർസ്പെക്റ്റീവിനെ ആണ് മൂവി എക്സ്പ്ലോർ ചെയ്യുന്നതെങ്കിൽ പോലും നമ്മളിപ്പോൾ ഈ പറയുന്ന സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം 10ാം ക്ലാസ് കഴിയുമ്പോൾ അടുത്ത +2 എന്താ, +2 കഴിയുമ്പോഴത്തേക്കിനും ഡിഗ്രി എന്താ, ഡിഗ്രി കഴിയുമ്പോഴത്തേക്കിനും ജോലി ആയില്ലേ, ജോലി കഴിഞ്ഞാൽ കല്യാണം ആയില്ലേ, കല്യാണം കഴിഞ്ഞാൽ കുട്ടിയായില്ലേ, കുട്ടിയായ അടുത്ത കുട്ടി എവിടെ എന്നെങ്ങനെ തീരാത്ത കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ കേട്ട് വളർന്ന് വന്ന് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. അപ്പോൾ എല്ലാവർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ആ സിനിമയിലുണ്ടാവും. അങ്ങനെ എനിക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങൾ, കുറേ ചോദ്യങ്ങളൊക്കെ ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് ഓർത്തു പോകാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇത്തരം ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ആളുകൾക്ക് ഈ സിനിമ കണ്ട ശേഷം അവരിലൊരു മാറ്റം ഉണ്ടാകുമെന്ന് ആസ് എ റൈറ്റർ കൂടെ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഇത് ആരെയും മാറ്റാനോ അങ്ങനെയൊന്നുമല്ല. ഞാൻ കാണുന്ന കാര്യം, ഇതിൽ ചോദിക്കുന്ന ആളുകൾ പല തരത്തിലാണ്. ചിലര് ചിലപ്പോൾ വളരെ ഇഷ്ടത്തോടുകൂടി ആയിരിക്കാം ചോദിക്കുന്നത്, പക്ഷേ ആകെ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ഒരു ചോദ്യം നിങ്ങൾ ഉന്നയിക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ അവസ്ഥ കൂടി ഒന്ന് പരിഗണിക്കുക. അത് ഒന്നും ചിന്തിക്കാതെ ബ്ലാങ്ക് ആയിട്ട് നിന്ന് അസ്ഥാനത്തൊക്കെ ആയിരിക്കും ഈ ചോദ്യം വരുന്നത്.
ആ ചോദ്യം ചോദിക്കുന്ന സ്ഥലം ചിലപ്പോൾ പ്രോപ്പർ ആയിരിക്കില്ല. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ട്. അവർ സരസമായി ചോദിച്ചു പോകാന്ന് കരുതുന്ന ഒരു ചോദ്യം ഒരു ദിവസം ചിലപ്പോൾ ഒരാളുടെ സ്പോയിൽ ചെയ്തേക്കാം. അല്ലെങ്കിൽ ഒരു ദിവസമല്ല, ആ ഒരു ഒറ്റ ചോദ്യം ഒരാളുടെ ജീവിതം മുഴുവൻ അയാൾ നെട്ടോട്ടം നടത്താനുള്ള വകുപ്പുണ്ടാക്കി കൊടുക്കും. അപ്പോൾ ആ ചോദ്യം ഉന്നയിക്കുന്ന ആൾക്കാർ ദയവ് ഇത് ഒന്ന് ആലോചിച്ചാൽ നല്ലതായിരുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റോ നമ്മുടെ പടത്തിലുണ്ട്. സംഗീത സംവിധായകൻ കൂടെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, പാട്ടുകൾ, സിനിമയിൽ വരുന്ന പാട്ടുകളുടെ ഒരു ട്രെൻഡ് നോക്കിയാണ് ഹുക്ക് ലൈനുകൾ, അല്ലെങ്കിൽ ചില പാട്ടുകൾ കൊണ്ട് മാത്രം ഒരു സിനിമ വേൾഡ് വൈഡ്. ഇപ്പോൾ വിംബിൾഡണിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കഴിഞ്ഞ ദിവസം ഇല്ലുമിനാറ്റി പാട്ട് വെച്ചിട്ട് വരെ റീൽസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പാട്ട് വെച്ച് സിനിമയെ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. ആ ഒരു ട്രെൻഡ് ശരിക്കും സിനിമയ്ക്കാണോ, അല്ലെങ്കിൽ ആ മൊത്തത്തിൽ ആ ഒരു ഫിലിമിൻ്റെ ഒരു മാർക്കറ്റിംഗ് സാധ്യത അപേക്ഷിച്ച് ആളുകളിലേക്ക് അതിനെ എത്തിക്കുന്നതിൽ എന്തെങ്കിലും ഒരു ഗുണം ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഒരു പാട്ട് നന്നായതിനെ തുടർന്ന് ഒരു സിനിമ നന്നാവുകയാണെങ്കിലും, അതായത് അതിനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിലും തിരിച്ചാണെങ്കിലും, കാരണം ഇതെല്ലാം ചേർന്ന് കിടക്കുന്ന കാര്യങ്ങളാണ് സിനിമയിലെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ. ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്ന് പറയുന്നത് ടോട്ടലി വേറൊരു ഏരിയയാണ്. ഇത് രണ്ടും ഇഴുകി ചേർന്ന് കിടക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിലൂടെ ഇപ്പോൾ ഇലുമിനാറ്റി എന്ന് പറഞ്ഞൊരു പാട്ട് ഇത്തരത്തിലൊരു സ്ഥലത്ത് വയ്ക്കും, അങ്ങനെ വരുമ്പോൾ ആ സിനിമ ഏതാണ്, ആ ആൽബം ഏതാണെന്ന് അന്വേഷിച്ച് പോകുമല്ലോ ആളുകൾ. അപ്പോൾ അതിനൊരു മേൽവിലാസം ഉണ്ടായി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിനെ ഞാൻ കരുതുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും ഉണ്ടാകണം. അത് സിനിമയോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കണം ആ സിനിമയുടെ സംഗീതം. അത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ ഇതായിട്ടൊരു ബന്ധമില്ലാത്തൊരു കാര്യം ചെയ്തു വെച്ചിട്ട് പിന്നെ ചില നേരത്ത് തെറ്റിദ്ധരിപ്പിക്കും. അതില്ലാതിരുന്നാൽ മതി. പാട്ട് എഴുതിയ ആളും താങ്കൾ തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ഈ മൊത്തത്തിൽ വന്ന 2 പാട്ടുകളും കേട്ടപ്പോൾ അത്ര സാഹിത്യത്തിന് വലിയ ചാൻസ് കൊടുക്കുക, സംസാരിക്കുന്ന ഭാഷയിലുള്ള വരികളാണ് പ്രധാനമായിട്ട്. ഇപ്പം മുന്നോട്ട് പാട്ടാണെങ്കിലും, പ്രണയം പൊട്ടിവിടരുന്നുള്ള പാട്ടാണെങ്കിലും, എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾക്കൊക്കെ എനിക്ക് അതിനകത്ത് സ്ട്രൈക്ക് ചെയ്തൊരു വാക്ക്, പ്രളയം നശിച്ചു പോയാലും എനിക്ക് മനസ്സില്ല. അതൊരു നായകന്റെ ഉറച്ച മനസ്സിൽ നിന്നുള്ള ഒരു ഞാനിങ്ങനെ എൻ്റെ നിലപാട് ഇങ്ങനെയാണ് പാട്ടിലൂടെ തന്നെ പറയുന്ന ഒരു ആ ക്യാരക്ടർ. ശരിക്കും ഷിജുവിന്റെ ക്യാരക്ടറും ഒരു പ്രണയ നൈരാശ്യം ഒക്കെ ആ പാട്ടിലൂടെ കൺവേ ആവുന്നുണ്ട്. ശരിക്കും അത് തന്നെയാണോ ഉദ്ദേശിച്ചുള്ളത്? അല്ല, ഷിജുവിന്റെ ലൈഫിൽ, അതായത് ഈ പറഞ്ഞ ഒരാൾ വീണുപോയി കഴിഞ്ഞാൽ പിന്നെ എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ എഴുന്നേറ്റ് നിൽക്കാൻ 100,000 പേര് നമ്മളോട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞാലും നമുക്ക് തോന്നണം, നമുക്ക് കൺവിൻസിങ് ആവണം, എന്നാൽ മാത്രമേ നമ്മൾ എഴുന്നേറ്റ് നിൽക്കാൻ ഒന്ന് ശ്രമിക്കുകയും ചെയ്യുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ളൊരു അവസ്ഥയിൽ കൂടി പോകുന്ന ഒരാളാണ് ഷിജു. അപ്പോൾ അതിനെ തുറന്നുള്ള വരികളും ഒക്കെ തന്നെയാണ് അതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ വരി പ്രളയം എന്ന് പറഞ്ഞ കാര്യം നമുക്ക് ഭയങ്കര റിലേറ്റബിൾ ആണ്. പ്രണയവും റിലേറ്റബിൾ ആണ്. അപ്പോൾ ആ വരി അങ്ങനെ വെക്കുമ്പോൾ അത്ര പേരിലേക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ സാഹിത്യവും കാര്യങ്ങളും പറയുകയാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനൊരു കവിയൊന്നുമല്ല. എനിക്ക് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യത്തിനെ എൻ്റെ രീതിയിൽ ഫ്രേസ് ചെയ്ത് ഒരു വരികളാക്കി വെക്കാനേ എനിക്ക് അറിയുള്ളൂ. ആ ഒരു കഴിവേ എനിക്ക് ഉള്ളൂ. ആ ലിമിറ്റേഷൻസ് ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് ഈ പാട്ടുകളെല്ലാം ചെയ്തിട്ടുള്ളത്. പിന്നെ അത് അങ്ങനെ പറയുമ്പോൾ ഈ കഥാപാത്രത്തിന് കുറച്ചും കൂടി ചേരുന്നതാണത്. അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്തെ മലയാള സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞതാണ് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമെന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം ഫ്രെയിമിൽ ഇപ്പോൾ കടന്നു പോകുന്ന ഒരു കഥാപാത്രങ്ങളുടെ ഒരു രീതിയാണെങ്കിലും അവതരണത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഒരു പതിവ് നായിക സങ്കല്പങ്ങളൊക്കെ പൊളിച്ചെഴുതിക്കൊണ്ട് പുതിയൊരു വഴി തന്നെ മലയാള സിനിമ വെട്ടി തുറക്കുന്ന ഒരു ടൈം ഫ്രെയിമാണ്. ആ ടൈം ഫ്രെയിമിലാണ് 2 പേരും സിനിമ ഓൾറെഡി വന്നു, അത് വരാൻ പോകുന്നു. അപ്പോൾ ഈ ഒരു ടൈം ഫ്രെയിമിനെ നമ്മുടെ സിനിമയുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്താൽ എന്തായിരിക്കും തോന്നുക? എനിക്ക് തോന്നുന്നു വിശേഷം ആക്ച്വലി എവർഗ്രീൻ ആയിട്ടുള്ളൊരു സിനിമയാണ്. അത് നമുക്ക് ഏത് സമയത്തും ഏത് നാട്ടിലും ഏത് സ്ഥലത്തും കൊണ്ട് വെച്ചാൽ വർക്കാവുന്ന ഒരു സിനിമ എന്ന് വെച്ചാൽ വർക്കാവുന്നു എന്ന് മനസ്സിലാകുന്ന ആൾക്കാർക്ക് അത് പറയുന്ന എന്താണ് അത് പറയുന്നതെന്ന് എന്താ പറയുക മനസ്സിലാവുകയും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയും കഥയുമാണ്. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ 2 പേരും വന്നിരുന്ന് ഒരു സിനിമയെ പ്രൊമോട്ട് ചെയ്യുകയും നമ്മളുടെ മുഖം വെച്ച ഒരു സിനിമ തിയേറ്ററുകളിൽ എത്തുകയും ചെയ്യുന്നത്, ആ സിനിമയ്ക്ക് ആൾക്കാർ കാണാൻ വരും എന്നുള്ള വിശ്വാസം തരുന്നതും ഈ സമയത്ത് വരുന്ന മറ്റ് സിനിമകളും മറ്റ് കഥകളും അതിന് പ്രേക്ഷകർ കൊടുക്കുന്ന സ്വീകാര്യതയും റിസപ്ഷനും, അത് പ്രേക്ഷകർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല പുറത്തുനിന്നുള്ള ആൾക്കാർ പോലും മലയാള സിനിമയ്ക്ക് ഇന്ന് കൊടുക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. അത് കോണ്ടന്റ് ഡ്രിവൻ ആയിട്ടുള്ളൊരു സിനിമയ്ക്ക് കൊടുക്കുന്ന അംഗീകാരമാണ്. അപ്പോൾ ആ സ്പേസിലേക്ക് വിശേഷം കറക്റ്റായിട്ട് അവിടെ ആ ഷെൽഫിൽ ഒരു സ്ഥാനം എടുക്കുന്നു. കറക്റ്റ് സമയത്തേക്കുള്ള ഒരു എൻട്രി തന്നെയാണ് ഈ ടൈം ഫ്രെയിമിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കഥ തന്നെയാണ്. അത് വർക്കൗട്ട് ആവുന്നൊരു പ്രതീക്ഷയുണ്ട്.
അപ്പോൾ ഒരു കാര്യം കൂടി ചോദിക്കാനാണ്, ചേട്ടൻ്റെ പാട്ടുകളിൽ പ്രധാനമായിട്ടും ഞാൻ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം, വരികൾക്ക് ഭംഗി കൊടുക്കാനാണ് മ്യൂസിക്കിനെ പ്രധാനമായിട്ട്. കാരണം ഇപ്പം മ്യൂസിക് ട്യൂൺ ചെയ്തിട്ട് അതിനനുസരിച്ച് വരികൾ എഴുതുന്ന രീതിയുണ്ട്. പക്ഷേ ആനന്ദിൻ്റെ പാട്ടുകളിൽ പ്രധാനമായിട്ടും വരികളുടെ ഭംഗി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി മ്യൂസിക് ഉപയോഗിക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. എന്താണ് അതിൻ്റെ ഒരു കാരണം? അത് ഒന്നുമില്ല, ഇതൊക്കെ നമ്മുടെ ഒരു ഈ പറഞ്ഞ എൻ്റെ ഇഷ്ടങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് പാട്ട് എപ്പോഴും ഭയങ്കര പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ ഇന്നത്തെ മൂഡിന് എൻ്റെ ഇയർഫോണിൽ, എൻ്റെ ഫോണിൽ, അല്ലെങ്കിൽ എൻ്റെ സ്പോട്ടിഫൈയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ ഞാൻ കേൾക്കുന്ന പാട്ട് ഇന്നത്തെ എൻ്റെ മൂഡിന് അവസ്ഥയിലാണ്. അത് ആ പാട്ട് എന്നെ ചിലപ്പോൾ 10 ദിവസം നയിച്ചേക്കാം. ആ നയിക്കുന്നതിന് കാരണം മിക്കവാറും ഉണ്ടാവുക അതിൻ്റെ വരികളായിരിക്കാം. ഈ പറഞ്ഞ പോലെ ഇതുപോലെ ഏതെങ്കിലും ഒരു ഹുക്ക് ലൈൻ ആയിരിക്കാം നമ്മൾ കുറേ ദിവസത്തേക്ക് കൊണ്ട് പോകുന്നത്. അപ്പോൾ അതുമാത്രമല്ല, സോങ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മ്യൂസിക് അല്ല ഞാൻ പറഞ്ഞത്, സംഗീതത്തിന് ഭാഷ വേണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഒരു സോങ്ങിലേക്ക് വരുമ്പോൾ അവിടെ ലിറിക്സ് ഉണ്ട്. ആ ലിറിക്കിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് വരികൾക്ക് പ്രാധാന്യവും അതിൻ്റെ സ്പേസ് ഉണ്ടാവണം എന്ന് ഞാൻ വിശ്വസിച്ച് അതിന് വേണ്ട രീതിയിൽ അതിനെ പാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യത്തെ 1-2 സിനിമകളിലെ പാട്ടുകൾ കമ്പോസ് ചെയ്ത് വന്ന സമയത്ത് അത് വേണ്ട വിധത്തിൽ എത്തിയില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം നിർത്തി അങ്ങ് തിരിച്ചു പോയേക്കാം എന്നൊരു ചിന്തയിലേക്ക് വരെ എത്തിയ ഒരാളെ തിരിച്ച് വരികയും വീണ്ടും പാട്ടുകൾ ചെയ്യുകയും, പ്രേതം, ഞാൻ മേരിക്കുട്ടി പോലുള്ള സിനിമയിലെ പാട്ടുകളൊക്കെ അത്യാവശ്യം എല്ലാവരിലേക്ക് എത്തുകയും ശ്രദ്ധിക്കപ്പെടുകയൊക്കെ ചെയ്തു. പിന്നീട് ഇപ്പോൾ അഭിനയത്തിലേക്ക് വരെ വന്നു. അന്നത്തെ ആ തോന്നൽ, തിരിച്ചു വരാമെന്നുള്ള തോന്നൽ ശരിയായെന്ന് ഇപ്പം തോന്നുന്നുണ്ടോ? അന്ന് ഞാൻ തിരിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞാലും അവസാനത്തെ കളി എന്ന് പറഞ്ഞിട്ടാണ് ഞാനൊരു പടം ചെയ്തത്. അതിലാണ് പൊടിമീശ മുളയ്ക്കണ കാലം എന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യത്തെ കരിയർ ബ്രേക്ക് കിട്ടുന്നത്. അപ്പം ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ അവിടെ നിൽക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. ഞാനിതൊക്കെ പറയുമെങ്കിലും എനിക്ക് വിട്ടുപോകാൻ പറ്റുമോന്നൊന്നും എനിക്ക് അറിയില്ല. കാരണം എനിക്ക് അതിനപ്പുറത്തേക്ക് ഒരു കാര്യവും ചെയ്യാൻ അറിയാത്ത ഒരാളാണ് ഞാൻ, മറ്റ് ജോലികളൊന്നും. അപ്പം എനിക്ക് ഇത് തന്നെ വേണം. പക്ഷേ മനുഷ്യന് ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലൊക്കെ വീണ് പോകുമ്പോൾ നമ്മൾ ഈ പരിപാടി അവസാനിപ്പിച്ചിട്ട് പോവുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അത്തരത്തിലുണ്ടായിട്ടുള്ളൊരു കമൻ്റാണത്. അതിട്ടിട്ട് പോവായിരുന്നു എന്ന് എനിക്കിപ്പോൾ സത്യമായിട്ട് അറിയില്ല. പോയിരുന്നെങ്കിൽ ഇവിടെ വന്ന് ഞാൻ ഇരിക്കില്ലായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ട് അത് അന്ന് ചെയ്യാതിരുന്നത് നന്നായി എന്നും വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ തിരിച്ചു പോകേണ്ട ഒരാളല്ലോ. അല്ല, അത് തിരിച്ചു പോവുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെയാണ്. നമ്മൾ തോറ്റു പോവുക എന്ന് പറയുന്നത് സമ്മതിക്കുന്ന അവസ്ഥയിൽ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ അതൊക്കെ. പക്ഷെ അന്നേരമാണ് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കച്ചിത്തുരുമ്പ് തരുമല്ലോ, ആ കച്ചിത്തുരുമ്പാണ് പിടിച്ചു കയറാൻ ശ്രമിച്ചത്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പൊടിമീശ മുളയ്ക്കണ കാലം എന്നുള്ള പാട്ട് കമ്പോസ് ചെയ്തിട്ട് ആ ട്യൂണല്ല വേണ്ടതെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ലിറിക്സ് ചെയ്തതിന് സന്തോഷേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സന്തോഷ് ഓർമ്മയോട്, സന്തോഷേട്ടാ നിങ്ങൾ എന്ത് എഴുതി തരുമെന്ന് എനിക്കറിയില്ല, ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇനി ഇവിടെ നിൽക്കാനുള്ള ഏക സ്പേസ് ഉള്ളൂ, നിങ്ങൾ എന്ത് എഴുതി തരും എങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല, ഇത് എൻ്റെ അവസാനത്തെ കളിയാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അത്തരത്തിൽ ആത്മാർത്ഥത കാണിച്ച് നമ്മൾ നിൽക്കുവാണെങ്കിൽ അത് തിരിച്ചു വരും. സിനിമയാണ് എന്നെ ഇങ്ങനെ നിർത്തുന്നത്, ഞാനല്ല. ഇപ്പോൾ ഭീമൻ്റെ വഴിയിലെ അഞ്ജു അതൊരു കരിയറിൽ പ്രധാനപ്പെട്ട കഥാപാത്രമായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കാതലിലെ വക്കീൽ റോള് മമ്മൂട്ടി നേരിട്ട് റെക്കമെൻഡ് ചെയ്ത് ഓഡീഷനാണ് തെറ്റിദ്ധരിക്കുകയും എന്നാൽ മമ്മൂട്ടി റെക്കമെൻഡേഷൻ ഡയറക്ടർ സിനിമയിലേക്ക് ഒരു എൻട്രി നൽകുകയൊക്കെ ചെയ്തു. കരിയറിൽ ഇതുപോലെ ഓരോ കഥാപാത്രങ്ങൾ കടന്നു പോകുമ്പോഴും ഇനി ഭാവിയിൽ ചിന്നുവിൻ്റെ ഒരു സ്പേസ് എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവുമല്ലോ ഇനിയുള്ള നാളുകളിൽ? ഒരു ധാരണയില്ല. ഓരോ സിനിമ കഴിയുമ്പോൾ ഇനി ആരെങ്കിലും സിനിമ കൊണ്ട് തരണേ എന്നുള്ളൊരു ധാരണ മാത്രമേ ഉള്ളൂ. അതല്ലാണ്ട് എനിക്കറിയില്ല എങ്ങനെ ധാരണ ഉണ്ടാവും. ചുമ്മാ വന്ന് ആഗ്രഹം കൊണ്ട് മാത്രം കുറച്ച് പടങ്ങൾ ചെയ്തു, അത് കഴിയുമ്പോൾ വീണ്ടും നല്ലവരായ കുറേ മനുഷ്യർ സിനിമകൾ കൊണ്ടുവന്ന് തരുന്നു, നമ്മൾ അതിൻ്റെ ഭാഗമാകുന്നു. അതിനപ്പുറം പ്രത്യേകിച്ച് ധാരണയൊന്നും എനിക്കില്ല. വേറെ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ചിന്നുവിൻ്റെ ഒക്കെ കാര്യത്തിൽ നമുക്ക് ചില, ഞാൻ പറയാറുണ്ട് ചിന്നുവിനോട്, ഈ കഴിഞ്ഞ ദിവസം മാല ചേച്ചി പറഞ്ഞു, ഒരു ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ഒരു സ്പേസ് അവർ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യത്തിലേക്ക് പിന്നീട് അത് മാറുന്നത് കാണാറുണ്ട്. അപ്പോൾ ചിന്നുവിൻ്റെ സിനിമകൾ എന്ന് പറയുന്ന ഒരു സിനിമകൾ ഉണ്ടാവണം എന്നൊക്കെ ആസ് എ സുഹൃത്ത്
ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഞാൻ. പിന്നെ കഴിഞ്ഞ ദിവസം മാല ചേച്ചി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളെ പോലത്തെ ആൾക്കാർ ചിന്നൂര് കാണുന്ന കാര്യം. ഇപ്പോൾ റോൾസ്, പെർട്ടിക്കുലർ റോൾസ് തിരഞ്ഞെടുക്കുന്ന എന്താണ് ക്രൈറ്റീരിയ ആയിട്ട് എന്തെങ്കിലും നോക്കുന്നുണ്ടോ? ഈ ക്യാരക്ടർ എനിക്ക് മാച്ച് ആകുന്നതിനേക്കാൾ ഉപരി എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ? എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കണം, ഞാൻ കാണാൻ താല്പര്യപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കണം എന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ട്. തുടക്കത്തിലൊക്കെ എങ്ങനെ സിനിമ തിരഞ്ഞെടുക്കണം എന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. അപ്പോൾ എനിക്ക് കാണുന്നവരും പോകുന്നവരും എല്ലാവർക്കും ഞാനൊരു പ്രാരാബ്ദമായിരുന്നു. കാരണം എല്ലാവരുടെ അടുത്തും പോയി ഞാൻ ചോദിക്കും എങ്ങനെയാണ് സിനിമ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 10 പേരെടുത്ത് ചോദിച്ചു, 10 പേരും 10 ഉത്തരം തന്നപ്പോൾ മുമ്പ് എനിക്ക് കൺഫ്യൂഷൻ ഇത്ര ഉണ്ടായിരുന്നെങ്കിൽ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അതിൻ്റെ 10 ഇരട്ടിയായി കൺഫ്യൂഷൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പല ഗട്ട് ഫീലിങ്സും അല്ലെങ്കിൽ എന്തെങ്കിലും ഫോർമുലാസൊക്കെ വെച്ചിട്ടായിരിക്കും സിനിമ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കൾ ഞാൻ ചോദിച്ചാലും അവർ ആദ്യമായിട്ട് സിനിമ എടുക്കുന്ന സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്യില്ല എന്ന്. കാരണം അവർ നമുക്ക് മുൻപ് ചെയ്തിട്ടുള്ള പടങ്ങൾക്ക് നമുക്കൊന്നും കാണാനൊന്നുമില്ല. എന്നാൽ ഞാൻ ചെയ്തിട്ടുള്ള 5-6 പടങ്ങൾ ആദ്യമായിട്ട് സിനിമ എടുക്കുന്ന സംവിധായകരുടെ കൂടെയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ശരിക്കും തമാശയ്ക്കൊക്കെ ശേഷമാണ് ഞാൻ സിനിമ കുറച്ച് സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയത് പോലും. എന്നുവെച്ചാൽ അതിന് മുമ്പേ എനിക്ക് സിനിമ തന്നെ ചെയ്യണം എന്നായിരുന്നു. പക്ഷേ കുറച്ചും കൂടി നമുക്ക് കഥാപാത്രത്തിനെ നമ്മൾ നോക്കി സെലക്ട് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് ഏത് പടം വന്നാലും ഞാൻ ചെയ്യും എന്നുള്ള അവസ്ഥയിലൂടെ നടന്നു പോയിക്കൊണ്ടിരുന്ന ആളാണ് ഞാൻ. അപ്പം ഞാൻ പലപ്പോഴും അതിനുശേഷം ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ പടവും എനിക്ക് കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന സിനിമകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു വേറെ ഒരു ഫോർമുലയും വർക്കായില്ലെങ്കിൽ അത് വർക്കാവുന്നുണ്ടെന്ന് എനിക്കൊരു ചെറിയൊരു ബോധം ഇപ്പം വന്നു തുടങ്ങി. ഈ ജാക്സൺ ബസാറിന് ശേഷം വീണ്ടും ഒരു പോലീസ് റോളാണ്. അതെങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്, പോലീസ് റോള്? ഞാൻ വിചാരിച്ചു കുറേ നാളെടുക്കും ഒരു പോലീസ് റോളൊക്കെ കിട്ടാനായിട്ട്. പക്ഷെ തമാശ കഴിഞ്ഞ ഉടനെ ഒരു മിനിമം ഒരു 4-5 കഥകൾ ഞാൻ പോലീസുകാരുടെ കഥകൾ കേട്ടു. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സിനിമകളുണ്ട്. അങ്ങനെ വന്ന ഒരു സിനിമകളിൽ ഒന്നാണ് ജാക്സൺ ബസാർ. പിന്നീട് നമ്മുടെ കഥ കേൾക്കുമ്പോഴാണ്, നരേഷിൻ്റെ ഇടയ്ക്കാണ് ഇതും പോലീസാണെന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലാവുന്നത്. അപ്പം നമ്മളിങ്ങനെ ഒരു ഇത് ചെയ്യുമല്ലോ, നമുക്ക് പോലീസ് ആവണം, വക്കീലാവണം, അങ്ങനെ കുറച്ച് വക്കീലായി. കാരണം മലയാള സിനിമയിൽ പോലീസുകാർ, വക്കീൽ, അങ്ങനെ കുറച്ച് പ്രൊഫഷൻസ് ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര ഇതായിട്ട് നമ്മൾ കാണുന്ന, സിനിമാറ്റിക്കലി കാണുന്ന കുറച്ച് ക്യാരക്ടേഴ്സ്. അപ്പം അങ്ങനെ ഇതിനകത്ത് ലൈക്ക് 2 പോലീസ് ഒരുമിച്ച് അടുപ്പിച്ച് വന്നപ്പോഴത്തേക്കും ഉണ്ടായിരുന്ന ഒരു കാര്യം, അവരെ മാക്സിമം വ്യത്യസ്തമാക്കി. റാങ്ക് അതെ, പ്രൊമോഷൻ അല്ലെന്നേ ഉള്ളൂ. പക്ഷെ അപ്പം അങ്ങനെ ആ ഒരു വ്യത്യാസം, പിന്നെ അവരുടെ ബേസിക് പേഴ്സണാലിറ്റീസിലുള്ള വ്യത്യാസം, കഥകളിലുള്ള വ്യത്യാസം. ജാക്സൺ ബസാർ പറയുന്ന പൊളിറ്റിക്സ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. എന്നാൽ വിശേഷം പറയുന്നത് അതിൽ നിന്നും വ്യത്യാസം. ജാക്സൺ ബസാറിലെ പോലീസ് എന്ന് പറയുന്നത് അച്ഛൻ്റെ ജോലി കിട്ടിയ പോലീസായ ആളാണ്. വിശേഷത്തിൽ വളരെ വ്യക്തതയോടുകൂടി എന്താ പറയാ, അങ്ങനെ സ്വന്തം തീരുമാനത്തിൽ ഇനി ജീവിതത്തിൽ ഇന്നത് ചെയ്യണം എന്ന് വ്യക്തതയുള്ള ഒരു കഥാപാത്രം. അപ്പൊ അങ്ങനെ ടീച്ചറിനത് കാണാം, ആനന്ദിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ധൈര്യം കൊടുക്കുന്ന ഒരു നായിക കഥാപാത്രമാണ് സജിത എന്ന് പറയുന്നത്. അത് എഴുതുമ്പോൾ എങ്ങനെയുണ്ട്, എഴുതുമ്പോൾ എങ്ങനെയായിരുന്നു ആ പ്ലാൻ എടുത്തത്? ആ നായിക ഇങ്ങനെ ഈ സ്വഭാവമുള്ള ആളായിരിക്കണം എന്ന് തോന്നുന്നുണ്ടായിരുന്നു? അത് ഈ വിശേഷം എന്ന സിനിമ മുഴുവൻ നിൽക്കുന്നത് ഈ 2 പില്ലർമയാണ്. അത് 2 പില്ലറല്ല, ഒരു പില്ലറാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കും. അതുപോലെ ഉള്ള 2 കഥാപാത്രങ്ങളാണ് അവർ. അപ്പോൾ ഇത് ടാലിയാവുന്നത് ഇങ്ങനെയാണ്. ഒരാൾക്ക് ഇല്ലാത്തത് മറ്റൊരാൾക്കും ഉണ്ടാവുകയും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കൽ വാങ്ങലും ഉണ്ടാവുന്ന ഒരു ജീവിതമാണ് അവരുടെ. അപ്പോൾ സജിതയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എന്ത് എടുക്കണമെന്ന് അറിയാവുന്ന ഒരാളും മറ്റാൾ എങ്ങനെ എടുക്കണമെന്ന് അറിയാത്തൊരാളുമാണ്. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്നതും ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളിലൂടെ. എന്നാൽ മുന്നോട്ട് പോകുന്ന പോക്കിൽ ഇത് ഒരാളുടെ ജീവിതത്തിലേക്ക് മറ്റൊരാൾ വന്നു കഴിയുമ്പോൾ ഉണ്ടാവുന്നൊരു ഷിഫ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ പരമാവധി ഭംഗിയായിട്ട് പറയാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ഏരിയ ആണത്. പിന്നെ ഈ പറഞ്ഞ ഒരു മോട്ടിവേഷണൽ കപ്പിൾ എന്ന് പറയാം. ഇപ്പോൾ ആദ്യം എഴുതി സുഭജനെ കഥ പറഞ്ഞ് കേൾപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഞാനാണ് നായകൻ എന്ന് അറിഞ്ഞപ്പോൾ എന്തെങ്കിലും കുട്ടലുകളോ കുറയ്ക്കലുകളോ ഒക്കെ തിരക്കഥ വരുത്തേണ്ടി വന്നിട്ടുണ്ടാവും? അങ്ങനെ ചെയ്തിട്ടില്ല. കാരണം ഇപ്പൊ മറ്റൊരാളാണ് നായകൻ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനത് ചെയ്യുമായിരുന്നു. അപ്രോച്ച് ചെയ്തിരുന്നോ ആരെങ്കിലും വേറെ? നമ്മൾ ചിന്തിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു.
അത് അതിൻ്റെ ഇടയ്ക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പറയും, സൂര്യചേട്ടനോട് ഒരു തവണ ഇത് പറഞ്ഞാൽ ഞാൻ സൂര്യചേട്ടൻ എന്ത് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ബേസിൽ ഇത് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ബേസിലിൻ്റെ അടുത്ത് ഞാൻ കഥ പറയാൻ പോയിട്ടുണ്ട്. അപ്പോൾ ബേസിലാണ് കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചോദിച്ചത് നമ്മുടെ ചേട്ടൻ തന്നെ ചെയ്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊക്കെ ആലോചനകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ ആണെന്ന് അറിഞ്ഞതിന് ശേഷം എനിക്ക് വേണ്ടി, കാരണം ഒന്നാമത്തെ കാര്യം എനിക്കുള്ള സൗകര്യം എന്താ വെച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ആർക്കും ധാരണയില്ല. അപ്പോൾ വെൻ ഐ ഡു സംതിങ് അതൊരു പുതിയ കാര്യമാക്കി മാറ്റാൻ എനിക്ക് പറ്റിയാൽ ഓക്കെയാണ്. അത് മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ, അല്ലാതെ സ്ക്രിപ്റ്റിൽ അതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ കുറച്ച് സൂപ്പർ ഹിറ്റ് സിനിമകളിലെ സ്ത്രീ കഥാപാത്രങ്ങൾ കുറവാണെന്നൊരു ഒരു ടോക്ക്, ഒരു ചർച്ച ഉണ്ടായിരുന്നു, സോഷ്യൽ മീഡിയ അടക്കം ഒരു ചർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിഖില വിമൽ അടക്കമുള്ളവർ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞതിനകത്ത് ഒരു പോയിന്റ് ഉണ്ട്. അതായത് പർപ്പസ്ഫുള്ളി പുഷ് ചെയ്ത ഒരു ക്യാരക്ടറിനെ ആ കഥയിലേക്ക് കൊണ്ടുവരുന്ന അത്ര നന്നാവില്ല എന്നുള്ളൊരു പൊതുവേ ഒരു അഭിപ്രായമാണ് ഉരുത്തിരിഞ്ഞ് വന്നത്. ചിന്നുവിന് എന്ത് തോന്നുന്നു ആ ഒരു കോണ്ടെക്സ്റ്റിൽ? എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. ഒരു സ്പേസ് ഇല്ലാത്തടത്ത് നമ്മളൊരു ഈ സെക്സി ലാമ്പ് പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെർമിനോളജി ഉണ്ട്. അപ്പോൾ അതേപോലെ ഒരു കഥാപാത്രത്തിനെ ഒരു സ്ത്രീയെ കൊണ്ട് അവിടെ പ്രതിഷ്ഠിച്ച് അവർക്ക് പ്രത്യേകിച്ച് ആ കഥയിൽ യാതൊന്നും ചെയ്യാൻ ഉണ്ടാവില്ല. അപ്പം ചിലപ്പം നായകൻ്റെ ലവ് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ നായകനോട് പ്രണയം തോന്നുന്ന സൈഡിലൂടെ ഒരു സെക്സി കോഷ്യന് വേണ്ടി വന്നു പോകുന്നൊരു കഥാപാത്രമൊക്കെ ആയിട്ട് ഒതുങ്ങി പോയേക്കാം. അപ്പോൾ അതിൽ നിന്നും നല്ലത് സ്പേസ് ഇല്ലാത്തടത്ത് വെറുതെ എന്തിനാ, അങ്ങനത്തെ ഒരു ആവശ്യമില്ല. പിന്നെ മനുഷ്യരുടെ കഥ പറയുന്ന സിനിമകളിൽ അങ്ങനത്തെ സ്പേസ് ഉള്ളിടത്ത് സ്വാഭാവികമായിട്ടും വരുന്ന കാര്യമാണ്. പിന്നെ ഒരാൾ ചിന്തിക്കുന്ന കഥയാണ്. ഒരാൾ ചിന്തിക്കുന്ന കഥയിൽ അത് ഒരു ബോയ് ഗ്യാങ് ഒരു യാത്രയ്ക്ക് പോകുന്നു, നടന്നൊരു കഥയാണ്. ആ ഗ്യാങ്ങിനകത്ത് എവിടെയോ ഒരു സ്ത്രീക്ക് ഒരു സ്പേസ് ഉണ്ടാവുക. അപ്പം അങ്ങനെ പിന്നെ ആവേശത്തിൽ എനിക്ക് തോന്നുന്നു അവിടെ ഒരു അമ്മയുണ്ട്, പൂജ ചെയ്ത കഥാപാത്രമുണ്ട്. എനിക്ക് ആ രണ്ട് ക്യാരക്ടേഴ്സ് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് തോന്നിയത്. നമ്മൾ സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവരുടെ സ്പേസ്, സ്ക്രീൻ ടൈം കുറവാണെങ്കിലും സിനിമ കഴിഞ്ഞ് പോകുമ്പോൾ അവരെ നമ്മൾ ഓർത്തിരിക്കുന്ന കഥാപാത്രങ്ങളിൽ വളരെ പ്രോമിനന്റ് ആണ് രണ്ട് കഥാപാത്രം. ഡയലോഗ് അതെ, ഹാപ്പി അല്ലേ? അപ്പൊ അതൊക്കെ നമുക്ക് നമ്മൾ വിലയിരുത്തുന്ന രീതികളിൽ ഒബ്വിയസ്ലി ഇതുണ്ട്. പിന്നെ സ്ത്രീ കഥാപാത്രങ്ങൾ കുറവാണെന്ന് വെച്ചാൽ അത് കുറവാണ്, അതൊരു വസ്തുതയാണ്. അപ്പൊ അതിനെ ഈ പറയുന്ന മാസ് കമേഴ്ഷ്യൽ സിനിമ, ഈ മെയിൻ ആണുങ്ങളെ വെച്ചിട്ടുള്ള മാസ് കമേഴ്ഷ്യൽ സിനിമ വരുമ്പോൾ സ്ത്രീകളെ വെച്ചിട്ടുള്ള മാസ് കമേഴ്ഷ്യൽ സിനിമകൾ വരണം എന്ന് ആഗ്രഹമുള്ള ആളാണ് ഞാൻ. പക്ഷെ അത് എത്ര പേര് കാണും എന്നുള്ളതൊക്കെ, അതിനൊരു മാർക്കറ്റ് ഉണ്ടോ എന്നുള്ളതൊക്കെ ആരെങ്കിലും എടുക്കാൻ ധൈര്യം കാണിച്ച ഒരു സിനിമ അങ്ങനെ ഉണ്ടായതിനു ശേഷം നമ്മൾ ഒരു പക്ഷേ വീണ്ടും ചർച്ചയാവേണ്ട കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ പറഞ്ഞ ആ കോണ്ടെക്സ്റ്റിൻ്റെ തുടർച്ചയായിട്ടൊരു ചോദ്യമാണ്. മലയാളത്തിന് പുറത്ത് ഈ പറഞ്ഞ കോൺസെപ്റ്റിൽ ഒരുപാട് സിനിമകൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇപ്പം കാജൽ അഗർവാൾ, നയൻതാര, അങ്ങനെയുള്ള മെയിൻ സ്ട്രീം നായികമാരെല്ലാം തന്നെ ഇതുപോലെ മാസ് സിനിമകളിലൊക്കെ അഭിനയിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ വന്നാൽ തന്നെ അങ്ങനെ റോള് വന്നാൽ ചെയ്യുമോ? എനിക്കെന്താ പ്രശ്നം? പൈസ, നല്ല പൈസ, വലിയ ബിഗ് ബഡ്ജറ്റ് പടം, നല്ല ഡയറക്ടർ, നല്ല പ്രൊഡക്ഷൻ, എനിക്കെന്താ പ്രശ്നം? ഒരു ബുദ്ധിമുട്ടില്ല. അതെ, നമ്മളിപ്പം എനിക്ക് തോന്നുന്നു ബോളിവുഡിലെ സിനിമകൾ ഇപ്പം കുറേ നാള് വർക്ക് ആവുന്നില്ലായിരുന്നു. ഇപ്പൊ ഈ അടുത്ത് വർക്ക് ചെയ്ത ടോപ്പ് 10 ഗ്രോസേഴ്സിൽ ഒരു പടം ക്രൂ ആണ്, 3 ഫീമെയിൽ ലീഡ്സ് ഉണ്ട് അതില്. അതൊരു മാസ് മസാല പോട്ട് ബോയിലർ പോപ്കോൺ മൂവിയാണ്. അപ്പം നല്ല മൂവീസ് എന്ന് വെച്ചാൽ നല്ല എന്റർടൈനർ ആണെങ്കിൽ നല്ലൊരു എന്റർടൈനർ ഉണ്ടാക്കിയാൽ ആൾക്കാർ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം സ്ത്രീയും പുരുഷനൊന്നുമില്ല, അതെ, അതാരാണെങ്കിലും ആരഭിനയിച്ചാലും. പിന്നെ സ്ത്രീകളെ വെച്ച് ചെയ്താൽ എനിക്കൊക്കെ ചിലപ്പോൾ റോള് കിട്ടുമായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഫിലിം ഇൻഡസ്ട്രി ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഇപ്പം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ ഈ സ്ത്രീകളുടെ സിനിമയിലെ സാന്നിധ്യം, അല്ല അവരെ എത്രത്തോളം സിനിമാ മേഖല വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയാവുന്നുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള അനുഭവത്തിൽ എന്താണ് തോന്നുന്നുള്ളത്? അതൊരു ശരിക്കും ഇപ്പോഴുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം ഇനി അത് ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് സംഭവിച്ചിട്ടുള്ള, ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഇപ്പോൾ 10 സിനിമകൾ ഞാൻ ചെയ്തിട്ടുള്ളതിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം നല്ല സിനിമാ സെറ്റുകളിൽ എത്താൻ പറ്റി എന്നുള്ളതാണ്. എന്നുവെച്ചാൽ നമുക്ക് ഈ പറയുന്ന വേർതിരിവുകളൊന്നുമില്ലാത്ത, സേഫ്റ്റിക്ക് പ്രൈമറി കൺസേൺസ് ഒക്കെ കൊടുക്കുന്ന ഒരു സെറ്റുകളിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള 10 സിനിമകളിൽ എനിക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് വാഷ്റൂം ആക്സസ് ആണ്. അത് എൻ്റെ പ്രോബ്ലമാണ്. പക്ഷെ വേറെ പലർക്കും വേറെ പല രീതിയിലുള്ള ഇൻസിഡൻസ് ഉണ്ടാവും. അത് സേഫ്റ്റി ആകാം, നമുക്ക് താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ബുദ്ധിമുട്ടുകളായിരിക്കാം. പക്ഷെ കോമൺ ആയിട്ട് ഈ പറയുന്ന 10 സിനിമകളിലും ഞാൻ മാത്രമല്ല, ബാക്കി ഇപ്പം ADs ആണെങ്കിലും ഹെയറിന് മേക്കപ്പിന് വരുന്ന ചേച്ചികളാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും ഒക്കെ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഇഷ്യൂ വാഷ്റൂം. അത് സ്ത്രീകൾക്ക് മാത്രമല്ല, ആണുങ്ങൾക്കുള്ളതാണ്. അപ്പം അങ്ങനെ ഇതിപ്പോൾ എൻ്റെ ഒരു ചെറിയ പ്രോബ്ലമാണ്.
ഭയങ്കര ബേസിക് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയ പ്രോബ്ലമാണ്. അതേപോലെ എൻ്റെ പല കോസ്റ്റാസും മറ്റു പ്രവർത്തകരുടെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ള കുറേ ഹൊറർ സ്റ്റോറീസ് ഉണ്ട്. അത് ഫിസിക്കൽ ഇമോഷണൽ സേഫ്റ്റിയുടെ ബാധകമായിട്ടുള്ള കാര്യമായിരിക്കും. അത് ഏതൊരു വർക്ക് സ്പേസും ആർക്കും, സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും സേഫ് ആകേണ്ട ഒരു അത്യാവശ്യം ആയിട്ടുള്ള കാര്യമാണ്. അതിപ്പോൾ ഒരു ബാങ്കിലാണെങ്കിൽ നമ്മൾ ബാങ്കിൻ്റെ പേരിൽ, സിനിമയാകുമ്പോൾ സിനിമ ഈസ് ഓൾസോ വർക്ക് സ്പേസ്. സോ അത് ഐ സ്ട്രോങ്ലി ബിലീവ്. പിന്നെ ഒബ്വിയസ്ലി വിമൻ ആർ ഈസി ആൻഡ് സോഫ്റ്റ് ടാർഗറ്റ്സ് ഓൺ സെറ്റ്. പക്ഷേ യങ് മെൻ ആർ ഓൾസോ ഈസി സോഫ്റ്റ് ടാർഗറ്റ്സ് ഓൺ സെറ്റ്. അപ്പോൾ അത് പുതിയതായിട്ട് സിനിമയിൽ വരുന്ന ആരും പിന്നെ ഒപ്പം കുറേ സ്ത്രീകളും അനുഭവിക്കുന്ന കാര്യമാണ്. അപ്പം വി നീഡ് പ്രോപ്പർ സൊല്യൂഷൻസ് ഫോർ ദറ്റ്. അത് കാരണം നമ്മൾ ഒരു 10-100 വർഷം നമ്മൾ ഒരേപോലെ വർക്ക് ചെയ്തു നമ്മളൊരു ഭയങ്കര താളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം എനിക്ക് മനസ്സിലാവുന്നത്, ഇപ്പം ഞാൻ ഈ വാഷ്റൂമിൻ്റെ കാര്യം പറഞ്ഞത്, എനിക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു റിതമുണ്ട്. അപ്പം ഇത് നമ്മൾ ഒരു ക്ലീൻ വാഷ്റൂം എനിക്ക് വേണം എന്ന് പറയുമ്പോൾ അയ്യോ അത് ആണ് ശരിയാക്കി തരാം, നമ്മൾ ചിലപ്പോൾ 2 പ്രാവശ്യം കൂടെ റിമൈൻഡ് ചെയ്യേണ്ടി. അപ്പോൾ നമ്മളതിലേക്ക് ഇതെന്താ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് വീണ്ടും 2 പ്രാവശ്യം, അപ്പോൾ ഒരു പക്ഷേ 2ാമത്തെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ പിന്നെ അവരത് അതിനുള്ള ആക്സസ് നമുക്ക് എല്ലാവർക്കും, സെറ്റിലുള്ള എല്ലാ സ്ത്രീകൾക്കും അവർ അറേഞ്ച് ചെയ്ത് തരും. പക്ഷെ അത് ചിന്തിക്കാൻ മറന്നു പോകുന്നത് ഈ പറയുന്ന ഒരു താളത്തിന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. മാത്രമല്ല അത് അധികം ആരും ഇങ്ങനെ പോയി ആരെയും ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ട്. ഈ വാഷ്റൂമിൻ്റെ കാര്യത്തിൽ മാത്രമാണ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് ഞാൻ പറയുന്നത്. ബാക്കിയെല്ലാം വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് എല്ലാവർക്കും സേഫ് ആയിട്ടുള്ളൊരു വർക്ക് സ്പേസും വേണം. ഓക്കെ, ഇതുവരെയുള്ളൊരു അവസ്ഥ, അതായത് ഷൂട്ടിങ് കഥ പറഞ്ഞു, ഇവിടെ എത്തി, സിനിമ ഇപ്പോൾ 19-ാം തീയതി പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. പ്രേക്ഷകരോട് എന്താണ് അവസാനമായിട്ട് പറയാനുള്ളത്? പ്രേക്ഷകർ വന്ന് സിനിമ കാണണമെന്ന് തന്നെയാണ്. ജൂലൈ 19-ന് വിശേഷം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ നിറയെ സന്തോഷവും സ്നേഹവുമായിട്ടാണ് ഒരു സിനിമ വരാൻ പോകുന്നത്. അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ വീട്ടിലേക്ക് സന്തോഷമായിട്ട് മനസ്സ് നിറഞ്ഞ് കുറച്ച് കാര്യങ്ങളും കൊണ്ടായിരിക്കും പോവുക എന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഞങ്ങളുടെ ടീമിന് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമ ആദ്യ ദിവസങ്ങളിൽ തന്നെ വന്ന് കാണണമെന്നും പറയും. മറ്റൊന്നുമല്ല, നമ്മുടെ പോലത്തെ ഈ പറഞ്ഞ പോലെ ബ്രഹ്മാണ്ഡം എന്ന് പറയുന്ന വാക്കുകളില്ലാത്ത സിനിമയാകുമ്പോൾ പ്രേക്ഷകർ വന്ന് കണ്ടാൽ തിയേറ്ററിൽ അടക്കമുള്ള ഈ വാണിജ്യപരമായിട്ടുള്ള ഒരുപാട് കാര്യത്തിന് നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സപ്പോർട്ട് വളരെ ആവശ്യമാണ്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഞാൻ ആദ്യമായി വരുന്നൊരു നടൻ എന്നുള്ള രീതിയിൽ നോക്കുമ്പോഴും നടനാവുക എന്നുള്ളത് അന്ന് എനിക്ക് സ്വപ്നമല്ലായിരുന്നെങ്കിൽ ഇന്ന് നല്ല നടനായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് മുന്നോട്ടുള്ള വഴി ഉണ്ടാവണമെങ്കിൽ ഇത്തരം സിനിമകൾ വിജയിക്കേണ്ടതാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് ആവശ്യമാണ്. അപ്പോൾ ആ രീതിയിൽ സിനിമ ആദ്യ ദിവസങ്ങളിൽ തന്നെ വന്ന് കാണുക, ഇഷ്ടപ്പെടുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരോട് പറയുക, അറിയിക്കുക. അങ്ങനെ ഈ സിനിമ വളർത്താൻ ഞങ്ങളോടൊപ്പം വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ വലിയ സിനിമകൾ മാത്രം തിയേറ്ററിൽ വലിയ കളക്ഷൻ നേടുകയും സക്സസ് ആവുകയും ചെയ്യുന്ന ഒരു ടൈമിൽ നിന്നും വളരെ ചെറിയ സ്റ്റാർ കാസ്റ്റുമായി വരികയും ചെറിയ ബജറ്റിൽ വരികയും എന്നാൽ നല്ല രീതിയിൽ കഥ പറയുകയും ആളുകളെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന സിനിമകൾ വലിയ രീതിയിൽ കളക്ഷൻ ഉൾപ്പെടെ നേടി നിൽക്കുന്ന ഒരു ടൈം ഫ്രെയിമിലാണ് വിശേഷം വരുന്നത്. അപ്പോൾ ആനന്ദ് സംസാരിച്ച പോലെ തന്നെ വിശേഷത്തിൻ്റെ കഥ പ്രേക്ഷകരിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഞങ്ങളുടെയും പ്രതീക്ഷ. സിനിമ വലിയ വിജയമാകട്ടെ. താങ്ക് യു.